കോട്ടയം ഏറ്റുമാനൂരിൽ അഭിഭാഷകയും മക്കളും ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറണമെന്ന കുടുംബം. ഇക്കാര്യം ആവശ്യപ്പെട്ട് ജിസ്മോളുടെ പിതാവ് മുഖ്യമന്ത്രിക്ക് കത്ത് കൊടുത്തു. ടോബി ജോൺസൺ മറ്റു വിവരങ്ങൾ നൽകും കോട്ടയത്ത് നിന്ന്. ടോബി പറയൂ. SKN ഏറ്റുമാനൂർ പോലീസാണ് ഈ കേസ് നിലവിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ പ്രാഥമിക അന്വേഷണത്തിൽ ജിസ്മോളുടെ ഭർത്താവും അതുപോലെ തന്നെ ഭർത്തൃപിതാവും പ്രതികളാണെന്ന് കണ്ടെത്തുകയും അവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അവരിപ്പോൾ റിമാൻഡിലാണ് ഉള്ളത്. കഴിഞ്ഞ ദിവസം ഈ ഭർത്തൃപിതാവിന്റെ ശബ്ദ പരിശോധന വരെ നടത്തി. എന്നാൽ ഈ രണ്ടുപേർ മാത്രമല്ല, ഭർത്തൃ സഹോദരിയുടെയും മൊഴി രേഖപ്പെടുത്താനും അവർക്കെതിരെ അന്വേഷണം വേണമെന്നുമാണ് കുടുംബത്തിന്റെ ആവശ്യം. നിലവിലുള്ള അന്വേഷണം ഇഴഞ്ഞു നീങ്ങുകയാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയം ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്ത് അന്വേഷിക്കണമെന്നൊരു ആവശ്യമാണ് പിതാവിനുള്ളത്. ഇത് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇമെയിൽ മുഖേന ഒരു പരാതി ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് അയച്ചിരിക്കുന്നത്. നേരത്തെ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി കോട്ടയം ജില്ലയിൽ എത്തിയപ്പോൾ അന്വേഷണം ത്വരിതപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് പിതാവ് തോമസ് ഇക്കാര്യം ആവശ്യപ്പെട്ടിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന് അന്വേഷണം ഏൽപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മറ്റൊരു കത്ത് കൂടി മുഖ്യമന്ത്രിക്ക് ഇമെയിൽ മുഖേന നൽകിയിരിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് എന്ത് നടപടി വരുമെന്നാണ് ഈ കുടുംബം ഉറ്റുനോക്കുന്നത്. താങ്ക് യു ടോബി.